ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഊതിൻ്റെ തൈകളാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് 90 രൂപയാണ് റേറ്റ് വരിക. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ചന്ദനമാണ്. ചന്ദനത്തിൻ്റെ തൈകൾ നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ്സിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ്. ബുഷ് ഓറഞ്ചിൻ്റെ കായ്കൾ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം പുളിയുള്ള കായ്കളാണ്. അപ്പോൾ ഇത് നമുക്ക് നാരങ്ങ പോലെ തന്നെ പിഴിഞ്ഞു കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാം. നിറയെ കായ്ക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. ഈ പ്ലാന്റിനും 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സെയിലിനുള്ളത് മുന്തിരിയുടെ തൈകളാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹണി ഡ്യൂ പപ്പായ ആണ്. അപ്പോൾ നമുക്ക് റെഡ് ലേഡിയുടെ പ്ലാന്റ്സ് സ്റ്റോക്കില്ല. അപ്പോൾ ഹണി ഡ്യൂ പപ്പായ നമുക്ക് പ്ലാന്റ്സ് സെയിലിനുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് കാഷ്യൂനട്ടിൻ്റെ പ്ലാന്റ്സ് ആണ്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് അബിയു പ്ലാന്റ് ആണ്. അബിയുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 300 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് തുളസി വെറ്റിലയാണ്. തുളസി വെറ്റില എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ വെറ്റിലയെ കഴിഞ്ഞും ചെറിയ ഇലകളാണ്, പക്ഷേ ഔഷധ ഗുണം ഒരുപാടുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഗ്രാമ്പൂവിൻ്റെ പ്ലാന്റ്സ് ആണ്. ഗ്രാമ്പൂവിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. സെയിലിനുള്ള അടുത്ത പ്ലാന്റ് വരുന്നത് നെല്ലിയാണ്. നെല്ലിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഈ കാണുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്കൾ കിട്ടിത്തുടങ്ങും. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് സെയിലിനുള്ളത് ചെറുനാരകത്തിൻ്റെ തൈകളാണ്. ചെറുനാരകത്തിൻ്റെ എയർലെയർ ചെയ്ത ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇനി നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒടിച്ചകുത്തി നാരകത്തിൻ്റെ തൈകളാണ്. ഈ ഒരു നാരങ്ങ നമ്മൾ സാധാരണ ചെറുനാരങ്ങ പോലെ തന്നെ പിഴിഞ്ഞു കുടിക്കാനും അതുപോലെ അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ലെമൺ വൈൻ്റെ തൈകളാണ്. ലെമൺ വൈൻ്റെ കായ്കൾ നല്ല ഭംഗിയാണ്. നമുക്കിത് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പൂക്കളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ തേനീച്ചകളൊക്കെ വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ജംബോട്ടി കാബയുടെ സബാറ ഇനത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഇത്രയും വലുപ്പത്തിലെത്തിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സബാറ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ്. 320 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് അർക്കാക്കിരൺ ആണ്. അർക്കാക്കിരണിൻ്റെ പ്ലാന്റ്സ് നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുണ്ട്. അകം നല്ല ചുവപ്പ് നിറമുള്ള കായ്കളാണ് നമുക്ക് കിട്ടുക. ഇതിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് പേരയുടെ ഒരു വെറൈറ്റി വരുന്നത് അലഹബാദ് സഫേദാണ്. ഇത് അകം നല്ല വെളുപ്പ് നിറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തോടു കൂടിയ കായ്കളാണ് കിട്ടുക. ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി വരുന്നത് ലക്നൗ പേരയാണ്. ലക്നൗ പേരയും അകവശം നല്ല വെളുപ്പ് നിറവായിരിക്കും. അത്യാവശ്യം തൂക്കവും വലുപ്പവും ഒക്കെയുള്ള കായ്കളാണ് കിട്ടുക. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 100 രൂപയാണ് റേറ്റ് വരിക.
അടുത്ത വെറൈറ്റി വരുന്നത് വയലറ്റ് പേരയാണ്. വയലറ്റ് പേര അല്ലെങ്കിൽ ബീട്രൂട്ട് പേര എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. അകവശം നല്ല ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും കായ്കൾക്ക് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റിയിൽ വരുന്ന പേര തായ്പിങ്ക് പേരയാണ്. തായ്പിങ്ക് പേരയും അകവശം നല്ലൊരു പിങ്ക് കളറിലാണ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. പേരയുടെ അടുത്ത വെറൈറ്റി വരുന്നത് സ്ട്രോബെറി പേരയാണ്. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് അരിനെല്ലിയുടെ തൈകളാണ്. അരിനെല്ലിയുടെ തൈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബ്ലാക്ക് സൂറിനാം ചെറിയുടെ തൈകളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് സെയിലിനായിട്ടുള്ളത്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമ്മൾ സാധാരണ കാണുന്ന സൂറിനാം ചെറിയാണ്. ഇതാണ് കായ്കൾ വരിക. അപ്പോൾ ഇതും വലുപ്പമുള്ള തൈകൾ തന്നെയാണ് സെയിലിനുള്ളത്. 80 രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ്. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളായിട്ടുണ്ട്. എല്ലാം ഒരേ പ്രായത്തിലുള്ള തൈകൾ തന്നെയാണ്. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് വള്ളിക്കുരുമുളകിൻ്റെ തൈകളാണ്. ഇത് നമ്മൾ പടർത്തി വിട്ട് വളർത്തുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത്രയും തൈകൾ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ അയക്കുക. ചിലതിൽ 2 തൈകളായിരിക്കും, ചിലതിൽ 3 തൈകളുണ്ടാവും. അപ്പോൾ ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ്. കുറ്റിക്കുരുമുളകിൻ്റെ ഇതുപോലെ കായ്കളും അതുപോലെ തിരിയിട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. അപ്പോൾ ഈ പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അടുത്ത പ്ലാന്റ് വരുന്നത് ചെടിമുരിങ്ങയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ്. ചെടിമുരിങ്ങ വളരെ വേഗം തന്നെ നമുക്ക് കായ്കൾ തന്നു തുടങ്ങുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. പൂച്ചപ്പഴത്തിൻ്റെ തൈകൾ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്കൾ കിട്ടുന്നതാണ്. ചില പ്ലാന്റ്സിലൊക്കെ നമുക്ക് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൂക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യുക. DTDC വഴിയായിരിക്കും പ്ലാന്റ്സ് അയയ്ക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.